Hello students, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഗ്രൂപ്പ് 16 ഇമ്പോർട്ടൻ്റ് എലമെൻ്റായ സൾഫറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൾഫറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലോട്രോപ്സ് ആണ് റോംബിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ ആൻഡ് പ്ലാസ്റ്റിക് സൾഫർ. Please listen. The rhombic sulfur is the most stable form of sulfur. Most stable and common form of sulfur. And this rhombic sulfur exists as S8 molecule. Okay, it exists as S8 molecule, and this rhombic sulfur has puckered ring structure. Okay. അപ്പോൾ draw the structure of S8 molecule. Usually എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് വരച്ചു പഠിക്കുക. അപ്പോൾ പക്കേഡ് റിംഗ് സ്ട്രക്ചർ കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞു. ആൻഡ് പിന്നെ ഇതിൻ്റെ കളർ എന്താണ്? ബ്രൈറ്റ് യെല്ലോ കളറാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് എലോട്രോപ്പ് ഈസ് മോണോക്ലിനിക് സൾഫർ. It is formed when rhombic sulfur is heated at 368 Kelvin. ഏകദേശം ഒരു 363 to 368 കെൽവിനിൽ ഈ റോംബിക് സൾഫർ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് മോണോക്ലിനിക് സൾഫർ ഫോം ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ എക്സിസ്റ്റ് ആസ് S8 molecule. And yes, this sulfur, this monoclinic sulfur, okay, that are dull yellow colored long needle shaped crystal ആണ്. Okay, dull yellow colored long needle shaped crystal ആണ്. Next is plastic sulfur. Okay, എങ്ങനെയാണ് പ്ലാസ്റ്റിക് സൾഫർ ഫോം ചെയ്യുന്നത്? When molten sulfur is poured into cold water. Okay, plastic sulfur is formed. അപ്പോൾ മോൾട്ടൺ സൾഫറിനെ കോൾഡ് വാട്ടറിലേക്ക് ഒഴിക്കുക. അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് സൾഫർ ഫോം ചെയ്യും. ആൻഡ് പ്ലാസ്റ്റിക് സൾഫർ ഈസ് ദ എമോർഫസ് ഫോം ഓഫ് സൾഫർ. ഇറ്റ് കണ്ടെയ്ൻസ് ലോങ് ഇന്റർവീൻഡ് zigzag chains of carbon atoms. It contains long intervened zigzag chains of carbon atoms. പരസ്പരം കൂട്ടുപിടഞ്ഞു കിടക്കുന്ന എന്താ പറയുക, സൾഫറിൻ്റെ സിക്സാഗ് ചെയിൻ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടാണ് ഇത്. അടങ്ങിയിരിക്കുന്ന എലോട്രോപ്പാണിത്. ഓക്കെ, ദെൻ ദീസ് ചെയിൻസ് ആർ ഫോംഡ് ബൈ the opening of S8 ring. അപ്പോൾ ദിസ് S8 റിങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ടൈപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ലോങ് ഇൻ്റർവീൻഡ് സിക്സാഗ് ചെയിൻസ് ഓഫ് സൾഫർ ആറ്റംസ്. ദെൻ ദ ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട് ഓഫ് സൾഫർ ഈസ് സൾഫർ ഡയോക്സൈഡ്. പ്രിപ്പറേഷൻ നോക്കുക. യെസ്, എന്താണ് ലബോറട്ടറി പ്രിപ്പറേഷൻ. ലാബിൽ എങ്ങനെയാണ് SO2 ഉണ്ടാക്കുന്നത് നോക്കുക. വെൻ സൾഫൈറ്റ്, SO3 മൈനസ് എന്ന സൾഫൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വെൻ സൾഫൈറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. സൾഫൈറ്റ് SO3 മൈനസിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ SO2 ഫോം ചെയ്യും. ദെൻ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, മെറ്റലർജിയിലെ ഒരു പ്രോസസ്സാണ് റോസ്റ്റിംഗ്. അപ്പോൾ റോസ്റ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മെറ്റാലിക് സൾഫൈഡിനെ എയറിൻ്റെ പ്രസൻസിൽ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ സിങ്കിൻ്റെ ഓറായ സിങ്ക് സൾഫൈഡിനെ ഓക്സിജൻ്റെ പ്രസൻസിൽ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ SO2 ഗ്യാസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് SO2 can act as reducing agent. SO2 is a good reducing agent. Okay, it decolorizes potassium permanganate solution. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ആ പർപ്പിൾ കളർ അതെന്ത് ചെയ്യുന്നു? പർപ്പിൾ കളറിനെ ഡീകളറൈസ് ചെയ്യുന്നു. അതുപോലെ ഇറ്റ് റെഡ്യൂസസ് Fe3+2 Fe2+. അപ്പോൾ നോക്കുക,
അപ്പോൾ യെസ് Fe2+നെ SO2 ഗ്യാസ് Fe3+ ആക്കി റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ SO2 ഗ്യാസ് ഓക്കെ പെർമാംഗനേറ്റ് അയോണിനെ ഓക്കെ Mn2+ ആക്കി റെഡ്യൂസ് ചെയ്യുന്നു. ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. ഓക്കെ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. അപ്പോൾ നമുക്ക് നോക്കാം ദ ഇമ്പോർട്ടൻ്റ് ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. ദ ഫസ്റ്റ് ഓക്സോ ആസിഡ് ഈസ് സൾഫ്യൂരസ് ആസിഡ്. സൾഫ്യൂരസ് ആസിഡ് H2SO3. അപ്പോൾ എങ്ങനെയാണ് സൾഫ്യൂരസ് ആസിഡ് സ്ട്രക്ചർ വരയ്ക്കുക നമുക്ക് നോക്കാം. ഇവിടെ സെൻട്രൽ ആറ്റം സൾഫറാണ് അല്ലേ. സൾഫർ 16th ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്, അത് ഓർമ്മ വേണം. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടല്ലോ. ഈ 2 ഹൈഡ്രജൻ ആറ്റം 2 ഓക്സിജൻ ആറ്റവുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? 2 OH ഗ്രൂപ്പുകൾ ഉണ്ടാവും. 2 OH അല്ലേ. ബാക്കി ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനുമായിട്ട് സൾഫർ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ സൾഫറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 6 ഇലക്ട്രോണുകളിൽ 1 2 3 4 ഇലക്ട്രോണിനെ ബോണ്ട് ഫോർമേഷൻ യൂസ് ചെയ്തു. ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്, അത് ലോൺ പെയറിൻ്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. ഓക്കെ നെക്സ്റ്റ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഓക്കെ സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ സെൻട്രൽ ആറ്റം സൾഫർ. ഓക്കെ അപ്പോൾ സൾഫർ നോക്കൂ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഈ 2 ഹൈഡ്രജൻ 2 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ 2 OH ഗ്രൂപ്പുകൾ ഉണ്ടാവും. 2 OH ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇനി ഇവിടെ 2 ഓക്സിജൻ ബാക്കിയുണ്ടല്ലോ. ബാക്കിയുള്ള 2 ഓക്സിജനുമായിട്ട് സൾഫർ എന്ത് ഫോം ചെയ്യുന്നു? ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ സൾഫറിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള 6 ഇലക്ട്രോണുകളും ബോണ്ട് ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്തു. ഓക്കെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്സോ ആസിഡ് ഓഫ് സൾഫർ ഈസ് പൈറോസൾഫ്യൂരിക് ആസിഡ്. പൈറോസൾഫ്യൂരിക് ആസിഡ്. Pyrosulfuric acid. This pyrosulfuric acid is also called oleum. Oleum, its formula is H2S2O7. അപ്പോൾ നോക്കുക, ഇവിടെ S2 അല്ലെ, 2 സൾഫർ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കുക 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു സൾഫർ അല്ലേ. ഓക്കെ എന്താണ്? അപ്പോൾ 2 ഹൈഡ്രജൻ O7 അല്ലേ. ഇതിൽ 2 ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ 2 OH ഉണ്ടാവും. അതിൽ ഒരു OH ഈ സൾഫറുമായും ഒരു OH ഈ സൾഫറുമായും ബോണ്ട് ഫോം ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, ബാക്കി ഇവിടെ അല്ലേ 5 ഓക്സിജൻ ഉണ്ട്. ഓക്കെ 5 ഓക്സിജൻ. അതിൽ 2 നോക്കിക്കോ, 2 ഓക്സിജനുമായിട്ട് ഈ സൾഫർ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ബാക്കിയുള്ള 2 ഓക്സിജനുമായിട്ട് ഈ സൾഫർ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെ സൾഫറിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള 1 2 3 4 5 ഇലക്ട്രോൺസ് യൂസ് ചെയ്തു അല്ലേ. ഓക്കെ ബാക്കി എന്താണ്? വാലൻസ് അല്ലേ, ഒരു വാലൻസ് ബാക്കിയുണ്ട്, 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്, അതുപോലെ 1 ഓക്സിജൻ ബാക്കിയുണ്ട്. അപ്പോൾ നോക്കിയോ, ഇവിടെ എസ് ആ ഓക്സിജൻ 2 സൾഫർ ആറ്റങ്ങളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്തു. ഓക്കെ ഇതാണ് പൈറോസൾഫ്യൂരിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. ഓക്കെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ്? പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ചെറിയൊരു മാറ്റമാണുള്ളത് ഇവിടുത്തെ നമുക്ക് പറയാം. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് അല്ലേ. H2S2O8 ആണ്, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം, ഇവിടെ ഒരു എക്സ്ട്രാ ഓക്സിജൻ വന്നു. അപ്പോൾ ഇവിടെ സൾഫർ ആറ്റങ്ങൾ ബിറ്റ്വീൻ സൾഫർ ആറ്റംസ് OO ലിങ്ക് മീൻസ് പെറോക്സൈഡ് ലിങ്ക് ഫോം ചെയ്യും, ലൈക്ക് ദിസ്. ഓക്കെ പെറോക്സൈഡ് ലിങ്ക് ഫോം ചെയ്യും, അതാണ് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ആൻഡ് ദ ലാസ്റ്റ് ഓക്സോ ആസിഡ് ഓഫ് സൾഫർ ഈസ്, അത് ഞാൻ ഇവിടെ തന്നെ പറയാം, ഡൈതയോണിക് ആസിഡ് ആണ്. ഡൈതയോണിക് ആസിഡ്. ഓക്കെ H2S2O6 ആണ് അല്ലേ, O6. അപ്പോൾ നോക്കിക്കോളൂ ഇവിടെ അല്ലേ, തൽക്കാലം ഇത് നമുക്ക് അവിടുന്ന് കളയാം.
അപ്പോൾ രണ്ട് ഹൈഡ്രജൻ രണ്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തു അല്ലേ, രണ്ട് OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഒരു OH സൾഫറിനോടും ഒരു OH സൾഫറിനോടും ബോണ്ട് ഫോം ചെയ്തു. ബാക്കി എത്രയുണ്ട്? 4 ഓക്സിജൻ ഉണ്ട് അല്ലേ, 4 ഓക്സിജൻ ഉണ്ട്. അതിൽ 2 ഓക്സിജനുമായിട്ട് സൾഫർ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ബാക്കിയുള്ള 2 ഓക്സിജനുമായിട്ട് ഈ സൾഫർ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാ ആറ്റങ്ങളും ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുത്തു. അപ്പോൾ ഇവിടെ ഈ സൾഫർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും, SS ബോണ്ട് ഉണ്ടാവും. ഇതാണ് ഡൈതയോണിക് ആസിഡ്, അതായത് H2S2O6ൻ്റെ സ്ട്രക്ചർ. ദെൻ ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓക്സോ ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ദെൻ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസസ് എന്തൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ഫോർ ദ manufacture of fertilizers like ammonium sulfate, and sulfuric acid, the king of chemicals, is used in petroleum refining. It is used in lead storage battery. And the sulfuric acid is a powerful dehydrating agent. അപ്പോൾ എന്താണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് റിമൂവ്സ് വാട്ടർ ഫ്രം മെനി ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ധാരാളം ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നു. അതുകൊണ്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്. ഫോർ എക്സാമ്പിൾ, when sulfuric acid is added to glucose, you will get a black mass of carbon. This phenomenon is called charring. Charring. അപ്പോൾ ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാറിങ് എന്ന് പറയുന്നത്. ചാറിങ്. അപ്പോൾ നോക്കിക്കോ, എന്താ ഗ്ലൂക്കോസ് എന്താ? C6H12O6 അല്ലേ. അപ്പോൾ ഈ ഗ്ലൂക്കോസിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബ്ലാക്ക് മാസ് ഓഫ് കാർബൺ. അപ്പോൾ 6 കാർബൺ പ്ലസ് 6H2O, 6 കാർബൺ പ്ലസ് 6H2O, and this process is called ചാറിങ്. അപ്പോൾ ഗ്രൂപ്പ് 16 സൾഫറുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.